കോൺഗ്രസ് നേതാവ് രാജു പി നായർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജു പി നായർ, ഈ നിലമ്പൂർ ഇത്തരത്തിൽ പ്രചാരണ ചൂട് കടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പെരുന്നാളിന് അവധി നൽകിയത് പോലും ഇത്തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. ഇതൊരു വർഗീയ വിഷം കലർത്തുകയാണെന്നാണ് LDF അടക്കം ആരോപിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ജനകീയ പ്രശ്നങ്ങളിൽ മുഴുവൻ LDF ഗൂഢാലോചന കാണുകയാണല്ലോ പുതിയ രീതി. ഏത് വിഷയം ഉയർത്തിക്കഴിഞ്ഞാലും അതിലെല്ലാം വർഗീയതയും ഗൂഢാലോചനയും കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. എന്നാൽ വർഗീയത മുഴുവൻ പ്രചരിപ്പിക്കുന്നത് LDF ആണെന്നാണ് വസ്തുത. ഇവിടെ പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയൻ തന്നെയാണ്. മലപ്പുറത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഭീകരവാദികളാണ് എന്നുള്ള രീതിയിൽ ഹിന്ദു ദിനപത്രത്തിലൂടെ ഉള്ള ഇന്റർവ്യൂവിലും അതല്ലാതെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലും CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ വിജയരാഘവൻ ഉൾപ്പെടെ, ഇവിടെ ചാർജ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വിജയരാഘവനാണ് ഏറ്റവും മോശമായ രീതിയിൽ മലപ്പുറത്തെ ഭീകരവാദികളെന്ന് പരാമർശിച്ചിരിക്കുന്നത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം തന്നെ വർഗീയതയാണ്, ഭീകരവാദമാണ് എന്ന് പറയുകയും ചെയ്തത് വിജയരാഘവനാണ്. അപ്പൊ അത്തരത്തിൽ നിരന്തരമായിട്ട് ഈ ജനങ്ങളെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിനു ശേഷം ഈ സർക്കാരിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനൊക്കെ വർഗീയത ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരുകാരുടെ മാത്രമല്ല മലപ്പുറത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണിത്. മലപ്പുറത്തിന്റെ ആത്മാഭിമാനത്തെ നോവിച്ച CPM-ന്റെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള അവരുടെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ഒരു നിലപാടിന്റെ പ്രതികരണവും കൂടി ഇവിടെ ഉണ്ടാവും. അത് മലപ്പുറത്തിന്റെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും വികസന വിഷയങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ആ വികസന വിഷയങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും ഉയർത്തുമ്പോൾ അതിനെല്ലാം വർഗീയതയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് BJP-യുടെ ഒരേ ശൈലിയിൽ CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ പെരുന്നാൾ അവധി പിന്നീട് നൽകിയത് ഈ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണെന്നുള്ള ഒരു പ്രചാരണവുമുണ്ട്. അത്തരത്തിലാണോ മനസ്സിലാക്കുന്നത്? അല്ലെ, ഞങ്ങൾ അതിനകത്ത് ഉന്നയിച്ചത് വളരെ പ്രായോഗികമായ വിഷയമാണ്. കാരണം നേരത്തെ മുതൽ ഇന്ന് അവധിയാണെന്ന് നേരത്തെ മുതൽ അറിയിച്ചിരുന്നത്. പെട്ടെന്ന് ആ അവധി റദ്ദാക്കുമ്പോൾ ആ അത്തരത്തിലുള്ള അവധി ഒരു വീക്കെൻഡ് ഒക്കെ കണക്കാക്കി കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പല ടൂറുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പല മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ആ അവധി ഇല്ലാതെ ആവുമ്പോൾ അത് അവരെ എല്ലാം ബാധിക്കുന്ന വിഷയമാണ്. അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അല്ലാതെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ദിവസവും കൂടി അവധിയാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ന്യായമാണ്. പക്ഷെ അത് ന്യായമാണെന്നും അത് ജനങ്ങളുടെ വികാരമാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ പിന്നീട് ഒരു കവേർട്ട് ഓപ്പറേഷനിലൂടെ തിരിച്ചത്. അതുപോലും ജനങ്ങളോട് കൃത്യമായിട്ട് പറയാൻ കഴിയാതെ അതിനെ ഒരു തിരുത്താക്കി മാറ്റി എന്നിട്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു വിഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങുകൾ, വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന പെരുന്നാൾ പോലുള്ള ചടങ്ങുകൾ പോലും രാഷ്ട്രീയ വിവാദമാക്കുകയാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അത് തന്നെയാണ്. ഒരു വിഭാഗം തന്നെ, അങ്ങനെ ഒരു മതവിഭാഗത്തിന്റെ ചടങ്ങ് മാത്രമല്ലല്ലോ. മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും അത്തരത്തിൽ ചടങ്ങുകൾക്കെല്ലാം ഇത് കൊടുക്കുന്നതല്ലേ, അവധി കൊടുക്കുന്നതല്ലേ. ഒരു വിഭാഗത്തിന്റെ മാത്രമല്ലല്ലോ. അവർ പരമ്പരാഗതമായിട്ട് ഓരോ മതങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങൾക്ക് പല പ്രത്യേകതകളുണ്ടാവും, പല ദിവസങ്ങളുണ്ടാവും, ചിലപ്പോൾ ദിവസങ്ങളുടെ ദൈർഘ്യം ഉണ്ടാവും. അത് ഓരോ മതത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്ന ആ അവധി മാറ്റിവെക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് പ്രശ്നം, അതല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദിവസം കൂടി അവധി കൊടുക്കണം എന്നുള്ള ആവശ്യം വളരെ ന്യായമായിരുന്നു. അത് ഞങ്ങൾ ഉയർത്തി കഴിഞ്ഞപ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താൽ പോലെ. അതിന് പകരം എന്തിനാണ് അവരുടെ പിന്തുണ നഷ്ടപ്പെടുന്നുള്ളൊരു വ്യാധിയും ഇത്തരത്തിലൊരു ഒരു മാറ്റം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അതുപോലെ വളരെ ആത്മാർത്ഥതയോടി ആ ദിവസവും കൂടി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടതല്ലോ. പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ചില ആൾക്കാരുടെ ഒരു പിണക്കം വരുമോ എന്നുള്ളത് പേടിച്ചുകൊണ്ട് ആ വിഭാഗത്തെ പിണക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള വളഞ്ഞ വഴി, അതാണ് വർഗീയത. അതാണ് വർഗീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് മതത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. മറ്റത് വളരെ ഞങ്ങൾ ഉന്നയിച്ചത് പ്രായോഗികമായ വിഷയങ്ങളാണ്. ഓരോ ആൾക്കാർ അതിനനുസരിച്ച്, അതിപ്പോ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ. ഇന്ന് അവധിയാണെന്ന് കരുതിക്കൊണ്ട് അവരുടെ ജീവിതം പ്ലാൻ ചെയ്ത എല്ലാ വിഭാഗങ്ങളും ഇല്ലേ, എല്ലാ ആൾക്കാരും ഇല്ലേ. ഞങ്ങൾ അതിനെ സംബന്ധിച്ചാണ് ഉന്നയിച്ചത്. അപ്പൊ അത്
ഒരു നേരായ രീതിയിൽ അതിനെ തെറ്റുപറ്റിയതാണെങ്കിൽ അത് തിരുത്തുകയോ അല്ലെങ്കിൽ ശരി നിങ്ങളുടെ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നു എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ സർക്കാരിന് വലിയ രീതിയിൽ അതിനകത്ത് അഭിമാനക്ഷത ഉണ്ടാവുന്നതും അത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടാൻ കാരണം ഉണ്ടാവും തോന്നുമ്പോൾ അതിനെ മറ്റൊരു അജണ്ടയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് വർഗീയത എന്ന് പറയുക. ശരി സാർ, വളരെയധികം നന്ദി പ്രതികരണത്തിന്.